നമസ്കാരം. വയനാട് ലാൻഡ്സ്ലൈഡിന് ശേഷം കേരളത്തിലെ ന്യൂസ് പേപ്പറുകൾ മാത്രമല്ല നാഷണൽ ന്യൂസ് പേപ്പറുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്തത്തെക്കുറിച്ചാണ്. കാരണം അത്രയ്ക്കും ആഴമേറിയൊരു ദുരന്തമാണല്ലോ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചത്. അപ്പൊ ഇവരെല്ലാവരും കൂടി മെയിൻ ആയിട്ട് എടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ചാണ്, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച്. 2011 നിലവിൽ വന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച്. അപ്പൊ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്താണ്, അതിന്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2010 നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. ഈ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഇന്ത്യൻ എക്കോളജിസ്റ്റ് ആണ്. നാഷണലി മാത്രമല്ല ഇന്റർനാഷണലിയും അദ്ദേഹം വളരെ ഫേമസ് ആണ്. നാഷണലിയും ഇന്റർനാഷണലിയും വളരെയധികം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഫേമസ് ആയിട്ടുള്ള ഈ ഒരു എക്കോളജി, എൻവയോൺമെന്റ് ആ മേഖലകളിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു ലെജൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. എൻവയോൺമെന്റിന്റെ കാര്യത്തിൽ, എക്കോളജിയുടെ കാര്യത്തിൽ ഒരു ലെജൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അപ്പൊ അദ്ദേഹമായിരുന്നു ആ ഒരു കമ്മിറ്റിയുടെ ഹെഡ്. അദ്ദേഹം ഒരു വർഷം കൊണ്ട് ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സ് ഏരിയ മുഴുവനായിട്ട് പഠിച്ചതിന് ശേഷം അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഈ റിപ്പോർട്ട് പ്രകാരം വെസ്റ്റേൺ ഗട്ട്സിന്റെ 67% ഏരിയ എന്ന് പറയുന്നത് വളരെയധികം എക്കോളജിക്കലി സെൻസിറ്റീവ് ആണ്. ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതിന്റെ ജോഗ്രഫി ആയിക്കോട്ടെ, അതിന്റെ ജിയോളജിക്കൽ പൊസിഷൻ ആയിക്കോട്ടെ, കൂടാതെ തന്നെ അവിടുത്തെ ഫോറസ്റ്റുകൾ, അവിടുത്തെ സ്പീഷീസുകൾ, ഒരുപാട് എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസുകൾ ഉണ്ടല്ലോ, വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കാണപ്പെടുന്ന ചില സ്പീഷീസുകൾ. അപ്പം ഈ സ്പീഷീസുകളുടെയും ആ ഫോറസ്റ്റിന്റെയും അവിടെയുള്ള ബയോഡൈവേഴ്സിറ്റിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ക്ലാസിഫൈ ചെയ്യുന്നത്, ഇതൊരു സെൻസിറ്റീവ് റീജിയൻ ആണെന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഏരിയക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എൻവയോൺമെന്റിൽ ഭയങ്കര ഡിസാസ്റ്ററുകൾ വരും. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിസിൽ 67% ഏരിയ എന്ന് പറയുന്നത് എക്കോളജിക്കലി വളരെയധികം വൾണറബിൾ ആയിട്ടുള്ള ഏരിയ ആണ് എന്ന് അദ്ദേഹം വിലയിരുത്തി. അത് പ്രകാരം അദ്ദേഹം ഈ ഏരിയകളെ 3 സോണുകളായിട്ട് തിരിച്ചു. എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ 1, 2, 3 അങ്ങനെ 3 സോണുകളായിട്ട് തിരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ എക്കോളജിക്കലി സോൺ 1 ഉണ്ടല്ലോ, വൾണറബിൾ ആയിട്ടുള്ള സോൺ 1, ഈ സോൺ 1 കംപ്ലീറ്റ് ബാൻ പറഞ്ഞു. എന്തിനൊക്കെ? നമ്മുടെ മൈനിങ്, ക്വാറിങ്, അതുപോലെയുള്ള വലിയ വലിയ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, പുതിയ ഡാമുകളും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഈ ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1 പാടില്ല. വലിയ വലിയ റിസോർട്ടുകൾ കിട്ടുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഈ ഒരു ഏരിയയിൽ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കംപ്ലീറ്റ് ബാനാണ്. പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടുവരിക, വലിയ ഇൻഡസ്ട്രികളൊക്കെ അവിടെ പണിയുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തു. അതുകൂടാതെ തന്നെ ഈ ഒരു സോൺ 2 ഉണ്ടല്ലോ, സോൺ 2 ഭാഗത്ത് പറഞ്ഞു ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഇൻഡസ്ട്രികളൊന്നും പാടില്ല, പിന്നെ ഡാമുകൾ പാടില്ല. അങ്ങനെ ഓരോ റീജിയൻ അനുസരിച്ച് ഇന്നതൊക്കെ പാടില്ല, ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അദ്ദേഹം വിലയിരുത്തി വെച്ചു. പിന്നെ എക്കോളജിക്കൽ സോൺ 3 ഹ്യൂമൻ ഹാബിറ്റൻസ് ഉണ്ടല്ലോ, നമ്മൾ ആൾക്കാർ പോയി സെറ്റിൽമെന്റ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ ആൾക്കാരുടെ സെറ്റിൽമെന്റിനെ കുറിച്ചോ ചെറിയ ചെറിയ എന്താ പറയുന്നത് ഫാമിങ്ങിനെ കുറിച്ചോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അതായത് ഇപ്പൊ അവിടെ ടീ പ്ലാന്റേഷൻ ഉണ്ട്, അങ്ങനെ കുറെ അവിടത്തേതായിട്ടുള്ള കുറെ പ്ലാന്റേഷൻസുകളും കുറെ സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിനൊന്നും അദ്ദേഹം വിലക്ക് പറഞ്ഞില്ല. പക്ഷെ ചില ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകളൊക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മൾ നോർമലി ഉള്ള ഓർഗാനിക് ആയിട്ടുള്ള ക്രോപ്പുകളല്ല, ഇപ്പൊ നമ്മൾ ഒരുപാട് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകളൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഫാമിങ്ങിന് വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ക്രോപ്പുകൾ ഒന്നും തന്നെ ഈ ഒരു ഏരിയയിലേക്ക് അടുപ്പിക്കാനും പാടില്ലെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിലക്ക് വന്നേക്കുന്നത് എന്തിനാണ്? മൈനിങ് ആയിക്കോട്ടെ, ക്വാറിയിങ് ആയിക്കോട്ടെ, അങ്ങനെ ആ ഒരു ഏരിയയിലെ ജിയോളജിക്ക് ഡിസ്ട്രപ്ഷൻ വരുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും അവിടെ പാടില്ല, അതിനെല്ലാം ബാൻ ചെയ്തു. പക്ഷെ ഈ ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് ഇത് ഫാർമേഴ്സിന് എഗിനസ്റ്റ് ആണ്, അവിടെ താമസിക്കുന്ന ലോക്കലി താമസിക്കുന്ന ജനങ്ങൾക്ക് എഗിനസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് പ്രൈവറ്റ് മാഫിയകളൊക്കെ അവിടെയുള്ള ആൾക്കാരെ ഇളക്കി വിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ച് ഈ ഒരു റിപ്പോർട്ട് ക്യാൻസൽ ചെയ്യിക്കുകയായിരുന്നു. കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള മാഫിയകൾക്കാണല്ലോ ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ക്വാറിയിങ്ങും മൈനിങ്ങുകളും റിസോർട്ടുകളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ, അവിടെ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമുണ്ടാകും. മാത്രമല്ല ഇൻഡസ്ട്രികളൊന്നും അവിടെ പാടില്ല, അപ്പൊ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകും. നിലവിലുള്ള ഇൻഡസ്ട്രികളൊക്കെ 2016 തന്നെ അത് അവിടെ നിന്ന് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇങ്ങനൊരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനൊരു റിപ്പോർട്ട് നടപ്പിലാക്കുവാണെങ്കിൽ അവരുടെ എല്ലാ സംഭവങ്ങളും പൂട്ടിക്കെട്ടേണ്ടി വരും എന്നുള്ള കാരണം കൊണ്ട് ജനങ്ങളെ ഇളക്കി, ജനങ്ങൾക്കാണ് ഇത് പ്രശ്നം, അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഇളക്കി വലിയ വലിയ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ചു. ഇതായിരുന്നു ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ സംഭവിച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല ആൾക്കാരും, ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഒരു 3 വീഡിയോ നേരത്തെ ചെയ്തു, ആ വീഡിയോയ്ക്ക് അതൊക്കെ കുറച്ച് ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവത്തില്ല. ആ ആൾക്കാർ വന്ന് പറയുന്നത്, നീ പൊട്ടത്തരം പറയാതിരിക്കുക, അവിടെ വലിയ മഴ പെയ്തതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത്. ഉരുൾപൊട്ടലുകൾ എന്ന് പറയുന്നത് നേരത്തെ സംഭവിച്ചിട്ടുള്ളതാണ്. വലിയ വലിയ ഒരു ക്ലൗഡ് ബസ്റ്റ് എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ എല്ലാവരും പിടിച്ചേക്കുന്നത്. അതായത് മേഘവിസ്ഫോടനം വന്നതുകൊണ്ട് മാത്രമാണ് ഉരുൾ പൊട്ടിയെന്നാണ് പറയുന്നത്. ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്ന ഒരു സാധനം ഇന്നും ഇന്നലെ ഉണ്ടായ ഒരു സംഭവമല്ല. അതായത് മഴ ഉള്ള കാലം മുതൽ ഈ മേഘവിസ്ഫോടനമുണ്ട്. ക്ലൗഡ് ബസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മഴ ഉള്ള കാലം മുതലേ ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്ന ടെർമിനോളജി ഉണ്ട്. അതൊരു ഓൾഡ് ടെർമിനോളജിയാണ്. അതായത് പുതുതായിട്ട് ഉണ്ടായി വന്ന ഒരു കാലാവസ്ഥാ ഫിനോമിനൻ അല്ല ഈ ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്നത്.
ഈ ക്ലൗഡ് ബസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ സീ ലെവൽ ഉണ്ടല്ലോ, സീ ലെവലിൽ നിന്ന് 1000 മീറ്റർ അകലെ അല്ലെങ്കിൽ 1000 മീറ്റർ കിളരത്തിൽ എലവേഷനിൽ കിടക്കുന്ന ഏരിയകളിലാണ് കൂടുതലായിട്ട് ഈ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാവുന്നത്. എത്രയും ഉയരത്തിലാണോ സീ ലെവലിൽ നിന്ന് അത്രയും സാധ്യതയുണ്ട് ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാകാൻ. കൂടുതലായിട്ടും മൺസൂൺ സമയത്താണ് ഈ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാവുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉയരത്തിൽ പോകുന്തോറും നമ്മുടെ ഈ ക്ലൗഡുകൾ ഉണ്ടല്ലോ, ഈ മഴമേഘങ്ങൾ ഉയർന്നുയർന്നു പോകും. അപ്പൊ ഈ ഉയർന്നുയർന്നു പോകുമ്പോൾ താഴെയുള്ള ഹ്യൂമിഡിറ്റി നിറഞ്ഞ എയറുകൾ ഉണ്ടല്ലോ, ഹ്യൂമിഡിറ്റി നിറഞ്ഞ വായു ഈ ക്ലൗഡിൽ വന്ന് തട്ടുന്നത് മൂലം ഈ ക്ലൗഡിലുള്ള മഴയ്ക്കുണ്ടല്ലോ വെള്ളത്തിന് താഴേക്ക് വരാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഇതിങ്ങനെ ഉയർന്നു പോകുന്തോറും ഈ വെള്ളം, അതിനകത്തുള്ള വെള്ളം കൂടുതൽ ഡെൻസർ ആയിട്ട് മാറുകയും കൂടുതൽ ക്ലൗഡ് ഇവിടെ എന്ത് ചെയ്യും, ക്യുമുലേറ്റ് ചെയ്ത് വരികയും ചെയ്യും, ഒന്നിച്ച് ചേരുകയും ചെയ്യും. അങ്ങനെ കുറച്ചും കൂടി ഉയരത്തിൽ ചെല്ലുമ്പോഴേക്കും ഇതിനകത്തിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, കണ്ടൻസ്ഡ് ആയി കഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടുതൽ ഡെൻസിറ്റിയോടുകൂടി പെട്ടെന്ന് താഴോട്ട് പതിക്കും, പെട്ടെന്ന് താഴോട്ട് പെയ്യും. ഈ തുള്ളിക്കൊരുവിടം എന്നൊക്കെ ഉള്ളൊരു ഫ്രേസ് യൂസ് ചെയ്യും മലയാളത്തിൽ. അങ്ങനെ സംഭവിക്കും. അതാണ് ഈ ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്നത്. അതായത് 1 മണിക്കൂറിൽ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു സംഭവമല്ല, നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ക്ലൗഡ് ബസ്റ്റ് വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് സോയിലിന് സാധിക്കുന്നില്ല. സോയിലിന് സാധിക്കാതെ വരുന്നതിന് കാരണം ഇതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. കണ്ണടച്ച് എല്ലാത്തിനും ഇരുട്ടാക്കാൻ ശ്രമിക്കാതെ കണ്ണ് തുറന്ന് കണ്ടെങ്കിൽ മാത്രമേ ഇതാണ് റിയാലിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൂടാതെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു കാര്യം കൊണ്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മൺസൂൺ കിട്ടുന്നത് കേരളത്തിലാണ്. നമ്മുടെ കേരളത്തിന് ശരിയായ രീതിയിലുള്ള ചൂടുണ്ട്, തണുപ്പുണ്ട്, മഴയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സംഭവവും വളരെ ശരിയായ രീതിയിൽ കിട്ടുന്നത് കൊണ്ടാണ് ഈ കേരളം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഈ ഒരു സ്റ്റേറ്റിന് പേര് വരാൻ കാരണം തന്നെ അതാണ്. മഴയുണ്ട്, വെള്ളത്തിന് വെള്ളമുണ്ട്, മഴയ്ക്ക് മഴയുണ്ട്, ചൂടിന് ചൂടുണ്ട്, തണുപ്പിന് തണുപ്പുണ്ട്, പുഴയ്ക്ക് പുഴയുണ്ട്, കായലിന് കായലുണ്ട്, അതേപോലെ മലയ്ക്ക് മലയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഒത്തിണങ്ങിയ ഒരു ജോഗ്രഫിയാണ് കേരളം. അതാണ് ഈ കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്വാഭാവികമായിട്ടുള്ള ജോഗ്രഫിക്ക് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് വളരെ മേജർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. വെസ്റ്റേൺ ഗട്ട്സ് വലിയൊരു പ്രാധാന്യം വഹിക്കുന്നുണ്ട് കേരളത്തിനെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. അതിന്റെ കാരണം ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ കിട്ടുന്നത് നമ്മുടെ കേരളത്തിനാണ്. അതിന് കാരണം ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകളുണ്ടല്ലോ, കാറ്റുകൾ ഇങ്ങനെ സൗത്ത് വെസ്റ്റിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വെസ്റ്റേൺ ഗട്ട്സ് ഈ കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ട് കേരളത്തിലുള്ള ആ റീജിയനിൽ കൂടുതലായിട്ട് മഴ ലഭിക്കും. അതിന് കാരണം ആരാണ്? ഈ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അപ്പൊ ഈ വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ടാണ് തമിഴ്നാടിന് മഴ കുറവ് ലഭിക്കുന്നത്. ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സ് ഇങ്ങനെ തടഞ്ഞു നിർത്തി കേരളത്തിലുടനീളം മഴ പെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് തമിഴ്നാട് പൊതുവെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യും, അവഗണിക്കും, കണ്ണടച്ച് ഇരുട്ടാക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് രാഷ്ട്രീയക്കാരെയോ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഏതെങ്കിലും ഒരു നേതാവെങ്കിലും മുന്നിട്ട് ഇറങ്ങി ഇത് ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇത്തരത്തിലുള്ള ഡിസാസ്റ്ററുകൾ വരാൻ തന്നെ കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഡിസ്റ്റർബൻസ് വരുന്നത് കൊണ്ടാണ്. അപ്പം ഇത്രയും കൂടുതലായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് 2018 ശേഷം നമ്മുടെ ഈ ഒരു എൻറ്റയർ ഏരിയയും ദുർബലമായി. ആ ഒരു ഫ്ലഡ് വന്നത് അതിനൊരു തുടക്കമായി എന്ന് മാത്രമാണ്. ഫ്ലഡ് വന്ന സമയത്ത് കൂടുതലായിട്ടും നമ്മുടെ ലാൻഡ് ഡിസ്റ്റർബ്ഡ് ആയി. ആ നേരത്തെ തകർന്നിരുന്ന വൾണറബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് വൾണറബിൾ ആയി, എക്സ്പോസ്ഡ് ആയി. അതിനുശേഷം പിന്നെ നമ്മൾ ആ 2018 ശേഷം നമ്മൾ ഇതിനെയൊന്നും ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. ഈ തകർന്നു പോയ സംഭവങ്ങളെ ഒന്നും ശരിയാക്കാനോ ദുർബലമായിട്ടുള്ള എൻവയോൺമെന്റിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനോ നമ്മൾ ഒന്നും ചെയ്തില്ല. പിന്നെ ചെയ്യാതിരുന്നപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ പ്രശ്നം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് നമ്മുടെ ആ ഒരു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ എക്കോളജിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിന്റെ കൂട്ടത്തിലുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള സംഭവമാണ് ഈ ഇമേജ് കാണിച്ചിരുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ തന്നെ എക്കോളജിക്കലി വളരെ വൾണറബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ ഇവിടൊക്കെയാണ് കൂടുതലായിട്ടും പവർ പ്ലാന്റുകളും ഡാമുകളും വലിയ വലിയ റിസോർട്ടുകളും കൂടുതൽ ക്വാറികളും മൈനിങ്ങുകളും ഒക്കെ വരുന്നത്. തമിഴ്നാട് വെസ്റ്റേൺ ഗട്ട്സിന്റെ ഏരിയയിൽ നിന്ന് ധാരാളമായിട്ട് കല്ലുകൾ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഴിഞ്ഞം പ്രൊജക്ടിന് വേണ്ടിയിട്ട് വന്ന കല്ല് എവിടെ നിന്നാണെന്ന് വിചാരിച്ച്, ഈ വെസ്റ്റേൺ ഗട്ട്സ് ഏരിയയിൽ നിന്നാണ്. അപ്പോൾ മൊത്തത്തിൽ ഇടിച്ച് പൊളിച്ച് ഇങ്ങനെ ക്വാറി നടത്തുമ്പോൾ ഇപ്പം ഞാൻ അന്ന് ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇപ്പം ഈ ലാൻഡ് സ്ലൈഡ് വന്ന ഏരിയയിൽ ക്വാറികളൊന്നും ഇല്ലാന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. ആ ഏരിയയിൽ ക്വാറി വേണമെന്നില്ല. ഡിസ്റ്റൻസ് കിലോമീറ്ററുകൾ അകലത്തിലുള്ള ക്വാറികളിൽ നിന്നുള്ള പ്രകമ്പനം പോലും ഈ ഒരു ഏരിയയിൽ വരും. കാരണം നമ്മൾ ഭൂമിയാണ് തുളയ്ക്കുന്നത്, ഭൂമി എല്ലാം കണക്റ്റഡ് ആണ്. അപ്പം കിലോമീറ്ററുകൾ അപ്പുറത്താണ് ക്വാറികൾ ഉള്ളെങ്കിലും മൈനുകൾ ഉള്ളെങ്കിലും അവിടെ സംഭവിക്കുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് ഈ ഏരിയയിലും വരും. അപ്പം ഈ കിലോമീറ്ററുകളോ ഡിസ്റ്റൻസോ ഒന്നും അതിനൊരു കാര്യമേ അല്ല. ഓൾറെഡി വൾണറബിൾ ആയിട്ടുള്ള, ഓൾറെഡി തകർന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ മതി. അതാണ് ഈ ക്ലൗഡ് ബസ്റ്റ് മൂലം ഉണ്ടാകുന്നത്. ക്ലൗഡ് ബസ്റ്റ് ഒരു കാരണമാണ്. പക്ഷെ ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്നത് പുതിയൊരു ഫിനോമിനയല്ല. ഇപ്പം നമ്മൾ പറയുന്ന കർക്കിടക മാസം എന്ന് വെച്ചാൽ പണ്ടുള്ള കർക്കിടക മാസത്തിൽ ആൾക്കാർക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴ പെയ്യുന്ന ഒരു സമയമായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പൊതുവെ മഴ കുറവാണ്. പണ്ടത്തെ അപേക്ഷിച്ച് പൊതുവെ മഴ കുറവാണ്.
പക്ഷെ ഇപ്പം കുറച്ചും കൂടി ക്ലൗഡ് ബസ്റ്റ് കൂടുതലാണ്. അത് കൂടാനുള്ള കാരണവും ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് മൂലമാണ്. ഇനി അത് മാത്രമല്ല, വെസ്റ്റേൺ ഗട്ട്സ് നമ്മുടെ കേരളത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. വേറൊരു കാരണം കൂടെ ഞാൻ പറയാം. അത് 2012 യുനെസ്കോ വെസ്റ്റേൺ ഗട്ട്സിന്റെ 39 ഏരിയകളെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുത്തി. യുനെസ്കോ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ലോക പൈതൃക പട്ടികയിൽ കുറെ സ്ഥലങ്ങളെ പെടുത്തുക. അപ്പൊ യുനെസ്കോ നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സിന്റെ 39 ഏരിയകളെ ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുത്തി. അതിൽ 20 എണ്ണം എവിടാന്നറിയാമോ? കേരളത്തിലാണ്. അതിൽ നിന്ന് വ്യക്തമാക്കിക്കോണം, ഈ കേരളത്തിലെ വെസ്റ്റേൺ ഗട്ട്സ് ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ സംരക്ഷിക്കാൻ ഇനിയെങ്കിലും നമ്മൾ ശ്രമിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് സർവ്വസാധാരണമായിരിക്കും. പിന്നെ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം തകർന്നടിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ റീബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ ആ ലാൻഡ് സ്ലൈഡ് സംഭവിച്ച ഏരിയ അവിടെ റീബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ എടുക്കും. പക്ഷെ അപ്പൊ കേരളത്തിന്റെ എൻ്റെ റീജിയനും അതുപോലെ തകർന്നു പോവുകയാണെങ്കിലോ, പിന്നെ റീബിൽഡിംഗ് എന്ന് പറയുന്നത് പോസിബിളേ ആകത്തില്ല. പിന്നെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം തന്നെ ഈ ഒരു ഇന്ത്യയുടെ മാപ്പിൽ നിന്ന് തുടച്ചു നീക്കേണ്ടി വരും.